കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എൻ്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടാവുന്നത്. സാധാരണയായിട്ട് ഞങ്ങൾ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസിൻസ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു ടൈമും കൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട്. കാരണം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയച്ഛൻ്റെ വീട്ടിലെത്തണം. ചെറിയച്ഛൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ എണീറ്റു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് വേഗം മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്ന് രാവിലെ ഗിരിയേട്ടൻ വരുന്നില്ല കേട്ടോ. ഗിരിയേട്ടൻ വൈകുന്നേരം റിസപ്ഷനൊക്കെ ആകുമ്പോഴത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഞാനും പിന്നെ അച്ഛൻ, അമ്മ, അനിയത്തി, ഞങ്ങൾ 4 പേരുമാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ അതുപോലെ എല്ലാ കസിൻസും എത്തും. ഞങ്ങൾ തലേ ദിവസം തന്നെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ എത്തണം, എല്ലാവർക്കും കൂടെ പോവാൻ, കുറേ കാലത്തിന് ശേഷമല്ലേ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഏകദേശം ഒരേ ഏജും ആണ്. ഇനിയിപ്പോൾ ഏട്ടന്മാരാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ അച്ഛൻ്റെ അനിയന്മാരും വല്യച്ഛന്മാരും എല്ലാവരും ഞങ്ങളൊരു ഭയങ്കര ഒരു ബോണ്ടാണ്. ചെറിയമ്മമാരും എല്ലാവരും ഭയങ്കര ഒരു ബോണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫാമിലി ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. ഞങ്ങളെ ലൈഫിൽ തന്നെ ഞങ്ങൾ ഫാമിലിയിലുള്ള ഏത് പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാവരും കൂടെ ഒന്ന് ചേരാനായിട്ടും അതുപോലെ ഒരുമിച്ച് വരാനായിട്ടൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ അത്രയും അടുത്തൊരു റിലേറ്റീവിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഒട്ടും കുറയ്ക്കുന്നില്ല. ഞങ്ങളെല്ലാവരും സാരിയിലാണെന്ന് പോകുന്നത്. പിന്നെ ചേച്ചിമാരുണ്ട്, അവരൊക്കെ സാരിയാണ്. പിന്നെ ചെറിയമ്മമാർ, അമ്മ, എൻ്റെ അനിയത്തി ലീനു ഒക്കെ സാരിയിലാണ്. ഞങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മേക്കപ്പാണ് ആദ്യം ചെയ്യുന്നത്. മസ്കാരയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഐബ്രോ കുറച്ച് കളർ കുറവായതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ഇവൻറ്റ്സിന് മാത്രം ഐബ്രോ എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഐബ്രോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാരി കാര്യങ്ങളൊക്കെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യത്തിലൊന്നും ടെൻഷനില്ല. പിന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്തിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ അച്ഛൻ റെഡി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ. ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ റെഡി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ. കാരണം ഞങ്ങൾ 3 പെണ്ണുങ്ങളുടെയും കൂടെ മാറ്റി കഴിയുമ്പോഴത്തേക്കും കുറേ സമയമാവും. പിന്നെ 3 റൂമിലും കണ്ണാടി ഒന്നും ഫ്രീ ആവില്ല. അപ്പം ഞങ്ങളുടെ 3 ആളുടെയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അച്ഛൻ ഒരുങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളൂ കേട്ടോ. അച്ഛൻ പിന്നെ ഞങ്ങളൊക്കെ പോലെ തന്നെ തലേ ദിവസമേ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കുന്ന ഒരാളാണ്. അപ്പം അതൊക്കെ ഓക്കെ ആയിട്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ബ്ലൂ സാരിയാണ് ഞാൻ കല്യാണത്തിന് ഉടുക്കുന്നത് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ഒരു കളറ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സാരി ഉടുക്കുന്നത്. ഇതിന് മുമ്പ് അനിയത്തി ഉടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മിക്കവാറും ഞാൻ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. മുടിയും കാര്യങ്ങളൊക്കെ മുല്ലപ്പൂ ഒന്നും വെക്കുന്നില്ല. കാരണം കുറച്ച് ദൂരം കൂടുതൽ പോവാനുണ്ട്. അപ്പോൾ ഈ ഒന്നാമത് നേരത്തെ നീച്ചതും ഒക്കെ ആയതുകൊണ്ട് തന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മുല്ലപ്പൂവും കൂടെ വരുമ്പോൾ ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് അതൊന്നും ഞങ്ങളാരും വെക്കുന്നില്ല. എനിക്കാണെങ്കിൽ സാരി ഉടുക്കണ സമയത്ത് ഒരുപാട് മുല്ലപ്പൂ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് കല്യാണങ്ങൾക്കൊക്കെ നിറയെ മുല്ലപ്പൂവൊക്കെ വെച്ച് മുടിയൊക്കെ നന്നായിട്ട് മുടഞ്ഞൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോകാനൊക്കെയാണ് എനിക്കിഷ്ടം. ഇന്നെന്തായാലും ഞാൻ മടഞ്ഞൊന്നും ഇടുന്നില്ല, ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരു കയ്യിൽ വാച്ച് ഇട്ടിട്ടുണ്ട്, മറ്റേ കയ്യിൽ ഞാൻ വളയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എനിക്കിതുപോലെ സെറ്റ് വളകൾ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓരോ കളറിലുള്ള സെറ്റ് വളകളും ഞാൻ എപ്പോഴും സാരിക്ക് മാച്ചായിട്ടുള്ള, ചിലപ്പോൾ സെയിം കളറാവും, ചിലപ്പോൾ കോൺട്രാസ്റ്റ് കളറിലുള്ള കുപ്പിവളകളായിട്ടോ അല്ലെങ്കിൽ കമ്പി വളകളായിട്ടോ ഒക്കെ വാങ്ങി ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞങ്ങൾ ഓട്ടോയിലാണ് ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളെ ഏട്ടന്മാരാണിത് ഒക്കെ കേട്ടോ. അപ്പം അവർ വന്ന സമയത്ത് എല്ലാവരും കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങളിങ്ങനെ കല്യാണത്തിന് പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഒരു ബസ്സിലാണ് പോവാറുള്ളത്. ഒന്നെങ്കിൽ ഒരു ബസ് അല്ലെങ്കിൽ 2 ബസ്, അങ്ങനെ വലിയ ടൂറിസ്റ്റ് ബസ്സിലൊക്കെയാണ് പോവാറുള്ളത്. ഇതിപ്പോൾ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് അത്തരത്തിലുള്ള വലിയ വണ്ടികളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ട്രാവലറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞങ്ങൾ കസിൻസും
എല്ലാവരും ഒരൊറ്റ ട്രാവലറിന് തന്നെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അവിടെ എത്തിയതൊന്നും അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ട്. അമ്പലത്തിലെത്തിയ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, കാരണം അത്ര ടൈം ആയതൊന്നും ഞങ്ങൾ സത്യത്തിൽ അറിഞ്ഞില്ല. ഓരോരുത്തർക്കും ഓരോ വിശേഷങ്ങൾ, വർക്കിന്റെ കാര്യങ്ങൾ, പഠിത്തത്തിന്റെ കാര്യങ്ങൾ, അങ്ങനെ പിന്നെ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ പറയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ താലികെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു മിന്റ് ലൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോന്നിട്ടുള്ളതാണ്. അപ്പം എന്തായാലും മുകളിലാണ്, ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ ആണ് ഹാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം തന്നെ പോയി എല്ലാവരും കൂടെ ഒരു ഭാഗത്ത് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ചെക്കനും പെണ്ണൊക്കെ താലികെട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുകളിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ എൻട്രിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നല്ല പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബ്രൈഡിൻ്റെ റിലേറ്റീവ്സൊക്കെ അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഭയങ്കര കാര്യമായിട്ട് കുറച്ച് വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവരൊന്ന് ജസ്റ്റ് സ്റ്റേജിൽ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, കുട്ടികളാണെങ്കിലും വിശന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ താഴേക്ക് വന്നു. താഴെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളെ വലിയേട്ടനാണ്. ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഫുഡ് കഴിക്കണില്ലേ, ഇവിടെ ഇരിക്കുകയാണോ എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നല്ല സദ്യ ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു സദ്യ കഴിക്കുന്നത്. പിന്നെ ഓരോ ഐറ്റംസ് ആണെങ്കിലും വിളമ്പുന്ന കാര്യങ്ങൾ കുറേ ചേച്ചിമാരായിരുന്നു അവിടെ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും തന്നെ നന്നായിട്ട് അളവും കാര്യങ്ങളൊക്കെ നോക്കി ആണ് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒട്ടും നമുക്ക് വേസ്റ്റ് ആക്കേണ്ടി വന്നിട്ടേ ഇല്ല. ഫുഡും തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. സാമ്പാറും അവിയലും ഉപ്പേരികളും പിന്നെ അതുപോലെ പൈനാപ്പിൾ പച്ചടിയൊക്കെ എടുത്ത് പറയണം കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസവും തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വയറ് നിറച്ച് ചോറും പായസവും അവിയലും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അമ്പലത്തിൻ്റെ അടുത്ത് കുറച്ച് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തേക്ക് പോകുന്നതിന് മുമ്പേ ആയാലും സിംഗിൾ ഫോട്ടോ ആയിട്ടും ഗ്രൂപ്പ് ഫോട്ടോസ് ആയിട്ടൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ആൽത്തറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ വന്നിട്ട് വീണ്ടും ഫോട്ടോസ് എടുത്തു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം വൈകുന്നേരം ഒരു ഉച്ച 2 മണിയൊക്കെ ആയ സമയത്തേക്ക് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇനി വൈകുന്നേരം റിസപ്ഷനാണ്. അപ്പോൾ റിസപ്ഷൻ ആയപ്പോഴത്തേക്ക് ഗിരിയേട്ടൻ വന്നു. ഞാൻ പിന്നെ ഗിരിയേട്ടൻ്റെ കൂടെയാണ് ഓഡിറ്റോറിയത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടാണ് ഫുഡ് കഴിക്കാൻ നിന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കരുതും വന്ന ഉടനെ തന്നെ ഫുഡിനാണ് കയറിയത്. അങ്ങനെയല്ല, കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും പിന്നെ കുട്ടികളൊക്കെ വയറൊക്കെ നിറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരവരുടേതായിട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും തന്നെ അമ്മായിമാരും എല്ലാവരും ഭയങ്കര വർത്താനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടി. ഈ അമ്മായിനെ കണ്ട്, ഈ അമ്മായിയാണ് ചെറുപ്പം മുതലേ ഇന്ന സിനിമയ്ക്കും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോന്നിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം റിസപ്ഷന് ഞങ്ങൾ ഈ ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിൽ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്.